ഞാൻ ഷാനിദ ട്രിവാൻഡ്രം ജില്ലയിലെ ബാലരാമപുരം എന്ന സ്ഥലത്ത് നിന്ന് വരികയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ നമ്മുടെ ഗീ ഒഴിക്കുകയാണ്. ചെറുതായിട്ട് നുറുക്കി ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്യുവാണ്. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഗീ ഒന്ന് ചൂടാവുന്നുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കാഷ്യൂ ഉണക്കമുന്തിരി ഇടുകയാണ്. ഇനി ബാക്കിയുള്ള നെയ്യിലോട്ട് നമ്മൾ ഈ ബനാന ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴറ്റി നെയ്യിൽ വഴറ്റിയതിന് ശേഷം ഒന്ന് ഉടച്ചെടുക്കണം. ഇതിലൂടെ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു ടൈമിൽ ഞാനൊരു 3 ടേബിൾ സ്പൂൺ അവലിടുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിനി ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ കിസ്മിസ് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി. ഇനി ഇതിലോട്ട് ഞാൻ 2ാം പാലൊന്ന് ഒഴിക്കുകയാണ്. നമ്മൾ വഴറ്റിയ ഉടച്ച് വെച്ച ബനാനയിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഈ പാലുമായി ഈ ബനാന അവല് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി ഒന്ന് വേവണം. ഇതിൻ്റെ ഇടയ്ക്ക് പാകത്തിന് മധുരമൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇനി ഇതിലോട്ട് ഞാൻ 2 ഏലക്ക ഒന്ന് ചതച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് 1ാം പാൽ ഒഴിക്കാം. ഇപ്പോൾ നമ്മൾ ബനാനയും അവലും എല്ലാം കൂടെ ഒന്ന് വെന്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമുക്ക് 1ാം പാൽ ഒഴിക്കാം. 1/2 കപ്പ് മതി. 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ചൂടായാൽ മാത്രം മതി. ഞാനിതിപ്പോൾ ഓഫാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മാറ്റിയിട്ട് ഒന്ന് നമ്മൾ ഈ ബനാന ഒന്ന് റോസ്റ്റ് ചെയ്തതിൻ്റെ മേളിൽ ഗാർണിഷിന് വേണ്ടി ഒന്ന് ചെയ്യാം. അതൊന്ന് നമുക്ക് റെഡിയാക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ അവലിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കാരമൽ ചെയ്തെടുക്കാം. ഒരു 5-6 കാഷ്യൂ ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു പിടി അവലും. അതൊരു പായസത്തിനൊരു ബൈറ്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ ലാസ്റ്റ് പരിപാടിയാണ്. ഇനി എത്ര സമയമുണ്ട് കൃഷ്ണ? 15 മിനിറ്റ് മാക്സിമം അല്ലേ? ഓക്കെ കഴിയും. വെരി കോൺഫിഡൻറ്റ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് തോന്നിയോ? സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. പക്ഷേ ബനാനയ്ക്ക് പുളി കൂടുതലാണ്. അപ്പോൾ അതിന് ടെക്നിക്കൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം വർക്കൗട്ട് ആണെന്ന് അറിയില്ല. എനിക്ക് വീണ്ടും അത് പരീക്ഷിക്കണം. ശരി, ഓക്കെ ആണെങ്കിൽ. അതിലിപ്പോൾ ശർക്കരയുണ്ട്, പഞ്ചസാരയുണ്ട്, പല കാര്യങ്ങളും. ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് പഞ്ചസാരയാണ്. പിന്നെ നമ്മുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ യൂസ് ചെയ്തു. മറ്റേ പാൽ ഉപയോഗിച്ചിട്ടില്ല. അതൊരു 1/4 കപ്പ് അത് ഉപയോഗിച്ചു. പഴം ഉപയോഗിച്ചു, അവൽ ഉപയോഗിച്ചു. ഓക്കെ, നട്ട്സ് ഉപയോഗിച്ചിട്ടുണ്ട്. നട്ട്സ് എന്തായാലും ഹാപ്പിയാണ്. ഈ ഒരു ഹാപ്പിയാണ്. ഫൈനൽ റിസൾട്ട് ആകുമ്പോൾ നമുക്ക് കാണാം. അതെ. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് വിളമ്പുന്ന പാത്രത്തിലോട്ട് ഒഴിക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടി നമ്മുടെ അവലും കാഷ്യൂവും കൂടെ കാരമൽ ചെയ്തതാണ് വെള്ളമൊന്ന് വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബനാന അവൽ പായസം റെഡി ആയിട്ടുണ്ട്.